ഇപ്പോൾ ഉള്ള തന്ത്രം ഒരുപക്ഷെ ഇപ്പം നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയായിട്ടുള്ളൊരു ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഡിസ്കഷനിൽ കുറെ കൂടെ എന്താ പറയുക സമ്മർദ്ദം ഉയർത്താൻ പാകത്തിലുള്ളൊരു പൊസിഷനിലേക്ക് മാറാനായിരിക്കാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്ത് ഈ ഡോളറിനെ ആഗോള കറൻസിയായിട്ട് സ്ഥാനത്തുനിന്ന് മാറ്റുക എന്ന് പറയുന്നൊരു ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ബ്രിക്സിൻ്റെ സ്ട്രാറ്റജിയാണ് എന്നൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അതൊരു ഒരു വലിയ ലക്ഷ്യമായി ഈ രാജ്യങ്ങളിലേക്ക് മുമ്പിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് കിട്ടുന്ന വലിയ 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 പ്രഹരമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ആയിരിക്കില്ലല്ലോ ട്രംപ് ഭരണകൂടം ഈ പറയുന്ന നികുതി യുദ്ധത്തിനൊക്കെ ഇറങ്ങുന്നത്. അതെ അതെ, കറക്റ്റ്. അത് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇറങ്ങുന്നത്. അക്കാര്യത്തിൽ ഇന്ത്യക്ക് കൺസേൺ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ബ്രിക്സ ബാങ്ക്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഷാങ്ഹായി ആണ്. അതുപോലെ ബ്രിക്സ രാജ്യങ്ങൾ ഒരു പൊതു കറൻസി രൂപപ്പെടുത്തുകയാണ്. അപ്പം അതിനോട് നമ്മൾ ഇതുവരെ പോസിറ്റീവ് റെസ്പോൺസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ബ്രിക്സ കറൻസി വരികയും അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഒരുപക്ഷെ വേൾഡ് ബാങ്കിന് പകരം വയ്ക്കാവുന്ന ഒന്നായി മാറുകയൊക്കെ ചെയ്താൽ, എങ്ങനെയാണോ വേൾഡ് ബാങ്കിനെ ഉപയോഗിച്ച് അമേരിക്ക ആഗോള സമ്പദ്ഘടനയെ നിയന്ത്രിച്ചത് അതുപോലെ ചൈനയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് ഇന്ത്യക്ക് അതിന് മേലെയുള്ള നിയന്ത്രണത്തെക്കാൾ എത്രയോ അധികം അതിനെ സമഗ്രമായി നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് കഴിയും. അത് ലോങ് റണ്ണിൽ അമേരിക്ക വിൽ ബി റീപ്ലേസ്ഡ് ബൈ ചൈന. അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ എപ്പോഴും അതിനെ മൾട്ടിപോളാറാക്കി മാറ്റണം, ലോകക്രമം ബഹുധ്രുവമാക്കി മാറ്റണം. അമേരിക്ക എന്ന ഹെജിമണെ മാറ്റി ചൈന എന്ന ഹെജിമണെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ താല്പര്യമല്ല, ഗ്ലോബൽ സൗത്തിൻ്റെ താല്പര്യവുമല്ല. അതേസമയം അമേരിക്കയുടെ ഈ ഇക്കണോമിക് ഇമ്പീരിയലിസത്തെ, സാമ്പത്തിക സാമ്രാജ്യത്വത്തെ ചെറുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് വരുമ്പോഴും അതുപോലെ ബ്രിക്സ കറൻസിയോടും ഇതുവരെ നമ്മൾ പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡോളറിലുള്ള ട്രാൻസാക്ഷൻ പൂർണ്ണമായി അവസാനിപ്പിച്ച് അമേരിക്കയുടെ ഡോളർ അധീശത്വത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന താല്പര്യം ഇന്ത്യക്കില്ല. കാരണം അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അത് ഈ ബ്രിക്സ ബാങ്ക് അത് ചൈനയുടെ നിയന്ത്രണത്തിലേക്ക്, ഏറ്റവും ശക്തമായ സമ്പദ്ഘടന എന്ന നിലയിൽ ചൈന ഈ കാര്യങ്ങൾ ആഗോളതലത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം അതേസമയം ഡെമോക്രാറ്റിക്കായിട്ട് അത് വരട്ടെ, ഒരു മത്സരാത്മകമായിട്ടത് നിലനിൽക്കട്ടെ എന്നൊക്കെയുള്ള നിലപാട് ഇന്ത്യ സ്വീകരിച്ചേക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അമേരിക്കയുമായിട്ട് സമ്പൂർണമായൊരു ബന്ധവിച്ഛേദം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല അത് കരണീയവുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഈ നമ്മളിപ്പോൾ തുടരുന്ന സംഘർഷാത്മകമായ ബന്ധം ചൈനയുമായിട്ട് പുലർത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ അതിർത്തി സംഘർഷം എന്നത് ഇന്ത്യയോ ചൈനയോ ഉണ്ടാക്കിയ ഒന്നല്ല, അത് കൊളോണിയലിസത്തിൻ്റെ സൃഷ്ടിയാണ്. മൻമോഹൻ രേഖയൊക്കെ വരച്ചുണ്ടാക്കിക്കൊണ്ട് പോയതാണ്. അപ്പോൾ അതിന് മേലെ ഉണ്ടായിട്ടുള്ള സംഘർഷമാണ്. അതിനെ ആ അർത്ഥത്തിൽ കണ്ട് വളരെ ശാസ്ത്രീയമായി എൻഗേജ് ചെയ്യണം. അതിൽ പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, പല ഘട്ടങ്ങളിലും ചൈന ഇക്കാര്യത്തിൽ ഒട്ടും പോസിറ്റീവായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. ചൈനയുടെ ഒരു സ്റ്റൈല് തന്നെ 2 steps ഫോർവേഡ് 1 step ബാക്ക്വേഡ് എന്നാണ്. അവർ 2 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കും, പക്ഷേ പിന്നോട്ട് 1 സ്റ്റെപ്പേ പോവുള്ളൂ. അപ്പോൾ 1 സ്റ്റെപ്പ് അവരുടെ കയ്യിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം ചൈന പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരുണാചൽ പ്രദേശിന് മേലെ അവർ അവകാശവാദം ഉന്നയിക്കും, സിക്കിമിൽ വന്ന് അവകാശവാദം ഉന്നയിക്കും, പിന്നെ കുറേ ഗ്രാമങ്ങളുടെ പേര് ചൈനീസ് ഭാഷയിലേക്ക് മാറ്റും, ലഡാക്ക് പൂർണ്ണമായി അവർക്ക് വേണമെന്ന് പറയും. അക്സായ് ചിൻ അവരുടെ നിയന്ത്രണത്തിലാണിപ്പോൾ. അതുപോലെ ഈ കാശ്മീർ വിഷയത്തിൽ അവർ ഷക്സം വാലി അത് പാകിസ്ഥാൻ കൈമാറിയതാണ്. ഒരർത്ഥത്തിൽ അതുകൊണ്ട് ഈ 3 രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നമാണ് ഈ കാശ്മീർ പ്രശ്നം. നമ്മളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ഒരു വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല ഇത്. ഇപ്പം നമ്മൾ ഗൽവാനിലുള്ളത് ഒരു സ്കിർമിഷസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഈവൻ എ ബാറ്റിൽ, ഒരു ബാറ്റിലോ ഒരു വാറോ അല്ല. ദോക്ലാമിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ സംഘർഷങ്ങളൊക്കെ നമ്മൾ ഡിപ്ലോമസിയിലൂടെ അല്ലെങ്കിൽ സൈന്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ പരിഹരിക്കുക തന്നെയാണ് വേണ്ടത്. അത് പരിഹരിക്കാനുള്ള സമ്മർദ്ദതന്ത്രം, രാഷ്ട്രീയ സമ്മർദ്ദതന്ത്രമൊക്കെ ആവാം. പക്ഷേ
അതൊരു യുദ്ധസമാനമായ ഒരു നിലപാട് കൺസിസ്റ്റൻ്റായി പുലർത്തുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ചൈനയുമായിട്ട് സഹകരിക്കാവുന്ന അനന്തമായ സാധ്യതകളുള്ള മേഖലകളുണ്ട്. ഇപ്പം നമ്മൾ ലോകത്തിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഇപ്പോൾ അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചൈനയിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ ചൈനയുടെ ഇറക്കുമതി അത് ഇറക്കുമതി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മരുന്നുകൾ ഉണ്ടാക്കി ലോകത്തിൻ്റെ കയറ്റി അയക്കുന്നത്. അപ്പോൾ നമ്മൾ അത് അനിവാര്യമാണ്. അപ്പോൾ ആ ചൈനയിൽ നിന്നുള്ള ആ ഇറക്കുമതി യഥാർത്ഥത്തിൽ നമ്മളുടെ കയറ്റുമതിയാണ്. വേറൊരർത്ഥത്തിൽ നമ്മളത് ഫിനിഷ്ഡ് ഗുഡ്സാക്കി വീണ്ടും കയറ്റുമതി ചെയ്യാണല്ലോ. അപ്പം ചൈനയുമായിട്ടുള്ള ഈ ബന്ധത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വളർച്ച അനിവാര്യമാണ്. ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ചൈനയുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായ ഒരു റെസ്പോൺസ് ഇപ്പോഴുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാൻ വേണ്ടി ചൈന തയ്യാറായില്ല. അതുകൊണ്ട് സംയുക്ത പ്രസ്താവന പോലും പുറപ്പെടുവിച്ചില്ല. രാജ്നാഥ് സിംഗ് ശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ട് ഇതിനെ അപലപിക്കാതെ, ഇതൊരു ക്രോസ് ബോർഡർ ടെററിസമാണ്, അത് മാനവീയതയ്ക്കെതിരായ കുറ്റകൃത്യമാണ്, അതിനെ അപലപിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതേസമയം ഇത്തവണത്തെ ടിൻജിയാനിൽ കോൺഫറൻസ് നടക്കുമ്പോൾ സ്ഥിതി മാറിയല്ലോ. ക്രോസ് ബോർഡർ ടെററിസം മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യമാണെന്നും അതെല്ലാ രാജ്യങ്ങളുടെയും ആഭ്യന്തര സുരക്ഷിതത്തെ ബാധിക്കുന്ന വിഷയമാണെന്നുള്ള സംയുക്ത പ്രസ്താവന വന്നു. അപ്പോൾ ചൈന ഈ കാര്യത്തിൽ കണ്ണും പൂട്ടി പാകിസ്ഥാനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന സമീപനത്തിൽ നിന്ന് ഭീകരത സംബന്ധിച്ച് നയമാറ്റം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. എത്ര ഭീകരാക്രമണ പരമ്പരയാണ് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ട് തന്നെ എടുത്താൽ 2001 പാർലമെൻറ്റ് ആക്രമണം, 2008 ബോംബെ ആക്രമണം, മുറി, ബലാക്കോട്ട്, പുൽവാമ തുടങ്ങി പഹൽഗാമിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുകയും ഓരോ തവണയും ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ ചില റെസ്പോൺസസ് ഉണ്ടാകും. അപ്പോഴത്തേക്കും ലോകരാജ്യങ്ങളെല്ലാം ഇടപെടും, സമാധാനം കൈവരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ആക്രമണം, ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വൺ സൈഡഡ് ആയിട്ട് ഈ അക്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം അപ്പോൾ അത് ഇന്ത്യയുടെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഈ ക്രോസ് ബോർഡർ ടെററിസത്തെ അവസാനിപ്പിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ അതിനോട് ചൈന പോസിറ്റീവായി പ്രതികരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു തുല്യമായ പാർട്ട്നേഴ്സ്, ഈക്വൽ സ്റ്റാറ്റസിൽ ഇന്ത്യയും ചൈനയും ഇടപെടണം. ഇന്ത്യയുടെ ന്യായമായ കൺസേണുകൾ ചൈന പരിഗണിക്കണം, ചൈനയുടെ കൺസേണുകൾ ഇന്ത്യയും പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് ഒരു ഡെമോക്രാറ്റിക് റിലേഷൻസ്, തുല്യതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡെമോക്രാറ്റിക് റിലേഷൻസ് ചൈനയുമായിട്ട് വളർന്നു വരണം. അത് ഇന്ത്യയുടെ പുരോഗതിക്കും ചൈനയുടെ പുരോഗതിക്കും അനിവാര്യമാണ്. കാരണം 142,83,83,00,000 ഇന്ത്യയിൽ, 142,35,00,000 ചൈനയിൽ. ഇതിൽ രണ്ട് രാജ്യങ്ങളിൽ 300 കോടി ജനസംഖ്യ വരും. രണ്ട് രാജ്യങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങളിലും വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. ചൈന കുറേ മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും അത് പാവപ്പെട്ട ഒരു രാജ്യമാണ്, ഒരു വികസിത രാജ്യമല്ല. ചൈന തന്നെ പറയുന്നത് 2049, അതായത് ചൈനീസ് വിപ്ലവത്തിൻ്റെ 100 വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് ഞങ്ങളൊരു സോഷ്യലിസ്റ്റ് വികസിത രാജ്യമായി മാറുക എന്നുള്ളതാണ്. ഇപ്പോഴും അതൊരു വികസിത രാജ്യമായിട്ടില്ല. ഇന്ത്യയിലിപ്പം ഒരു പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു 45 കോടി ജനങ്ങൾ മിഡിൽ ക്ലാസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് മേലെ പിന്നെയും ഒരു 5-10 കോടി ജനങ്ങളെ പ്ലേസ് ചെയ്താലും പിന്നെയും കിടക്കുമല്ലോ 100 കോടി ജനങ്ങൾ. അവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്കൊക്കെ പലതും പറയാം, അവിടെയൊന്നും ഇപ്പറയുന്ന പോലെ റച്ചഡ്ലി പൂർ എന്ന് പറയുന്ന മനുഷ്യരില്ലെന്നേ. നമ്മളിവിടെ കോടികൾ, 1-2 കോടിയല്ല, ഒരു 100 കോടി മനുഷ്യരിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോൾ അവരുടെ വളർച്ച നമുക്ക് കണ്ടേ മതിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ മുൻനിർത്തിയിട്ട് വേണം അതിലൊക്കെ ഏറ്റവും അധികം സഹകരിക്കേണ്ടത് ഈ അയൽരാജ്യങ്ങളല്ലേ. അതുകൊണ്ട് ഈ അതുപോലെ തന്നെ പാകിസ്ഥാനിൽ 20 കോടി ജനങ്ങളുണ്ട്. പാകിസ്ഥാൻ ബഹുഭൂരിപക്ഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഈ ടെററിസവും ഇന്ത്യ വിരുദ്ധതയും പറഞ്ഞ് എത്ര കാലം ആ ജനതയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? സഹകരിക്കണം. ആ നമ്മുടെ ജനത തന്നെയാണല്ലോ. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ മനുഷ്യർ അവരുടെ ജീവിത നിലവാരം അത് പടിപടിയായി ഉയർത്തിക്കൊണ്ട് വരിക തന്നെ വേണം. അതിനു വേണ്ടി സഹകരിക്കാതെ നിവൃത്തിയില്ല. അതിനകത്ത് ഈ വൻ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുക്കരുത്. അത് നിന്ന് കൊടുത്താൽ അവർ പ്ലേ ചെയ്യും. അവർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിക്കേണ്ടത്, നിരന്തര ശത്രുതയിൽ പുലരേണ്ടത് അമേരിക്കയുടെ താല്പര്യമാണ്. ഇപ്പം 48-ലെ യുദ്ധം അങ്ങ് മാറ്റിവെക്കുക.
1962, 71, അതുപോലെ 98 ഈ 3 യുദ്ധങ്ങളും പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ചെയ്ത യുദ്ധമല്ല. അമേരിക്ക പാകിസ്ഥാൻ സഖ്യം ചെയ്ത യുദ്ധമാണ്. 1965 ഇന്ത്യ ആക്രമിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ അമേരിക്ക കൊടുത്തിട്ടുള്ള അത്യന്താധുനിക വിമാനങ്ങളുടെ കരുത്തിലാണ് ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഫാക്റ്റല്ലേ? അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് ഇന്ത്യയുടെ ഭരണ നേതൃത്വം നീങ്ങുന്നതിൻ്റെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പോട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. അതുതന്നെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ കരുതുകയാണ്.